ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് പാനിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി മസാലയും പിടിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ കണ്ടോ മസാലയും കൂടി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മസാലയും ചിക്കനും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. ഇനി കണ്ടില്ലേ, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്